മാറും. ഭസ്മം എടുത്ത് പെരട്ടി കൊടുത്തേക്കും. വാദനീരാണ്, ചൂട് താങ്ങാൻ വയ്യാണ്ട് രക്തപാഠത്തിൻ്റെയാണ്. അത് ഞെരുമ്പ് തടിച്ചതിനുള്ള മരുന്നാണ്. എന്താ പറഞ്ഞു തന്നെ, എങ്ങനെ കഴിക്കാന്നാ പറഞ്ഞു? അതറിയില്ല. അമ്മ പറഞ്ഞിട്ട് ഞാനല്ല അമ്മയോട് പാർവതി വന്ന് പറഞ്ഞു. അമ്മയോട് സ്വാമിയെ പറഞ്ഞു. അതെ, എന്നിട്ട് ചുണ്ണാമ്പിക്ക ഈ പുളിയുടെ ഇല പോലത്തെ സാധനം അതുകൊണ്ടൊന്ന് വൃത്തിയാക്കി കഴുകി ഉണക്കി ടിന്നിലിട്ട് വെക്കും. ശർക്കരപ്പാവില്ലാത്ത ഈന്തപ്പഴം 6 എടുത്ത് കുരു കളഞ്ഞ് 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1 പിടി ചുണ്ണാമ്പിക്ക് ഇട്ട് വെക്കുക. കാലത്ത് തിരുമ്പി കലക്കി ചണ്ടിയിൽ ഞാൻ വെള്ളം കുടിക്കുക. ചിലവർക്ക് അത് കഴിക്കുമ്പോഴേക്കും വയറിളകും. അപ്പോൾ ഇവ 3-4 പ്രാവശ്യം വയറിളകുകയാണെങ്കിൽ ഇളകിപ്പോട്ടെ, ആ നീരാണ് പോകുന്നത്. അല്ല, കൺട്രോൾ ചെയ്യാതെ വയറിളകുകയാണെങ്കിൽ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാൻ പാടില്ല. അപ്പം നിൽക്കുക. മറ്റേ മരുന്നൊന്നും കഴിക്കാൻ പാടില്ല. ഈ ഞെരുമ്പ് തടിച്ചിട്ട് നശിച്ച രോഗമാണ്. അതിന് ചികിത്സയില്ല. ചികിത്സ കൊണ്ടുപോയി അതിനെ പൊട്ടിക്കും. ഞെരുമ്പ് കീറി പൈപ്പ് തുറന്നിട്ട് വെള്ളം പോണ പോലെ ബ്ലഡ് ഇങ്ങനെ പോകും. രക്തം പുഴ പോലെ ഒഴുകി പോകും. ഇത് കീറിയിട്ട് ഡോക്ടർമാർ പോകും. ആ സീറ്റമ്മ ഇരുന്ന് ചോര പോണത് കണ്ട് തരിക്കും. ഞെരുമ്പ് തരുന്ന ചികിത്സ ഓപ്പറേഷൻ ആകുമ്പോൾ നമ്മൾ എന്താണാവുന്നത് വിചാരിക്കും. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞെരുമ്പൊക്കെ തരിച്ച് അതുപോലെ ഉണ്ടെങ്കിലും വയറ്റിലെത്തുമ്പോഴേക്കും വേദന നിൽക്കും. സാധാരണ പോലെ നടക്കും. ഈ മരുന്ന് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, വൈദ്യശാസ്ത്രത്തിൽ അറിയാത്ത മരുന്നാണ്. ധന്വന്തിരി 33 മരുന്ന് മലയാളത്തിലുണ്ട്. 96 വ്യാധി രോഗദേഹത്തിൽ. ഈ മരുന്നൊന്നും ഇപ്പോഴത്തെ വൈദ്യന്മാർക്ക് അറിയില്ല. സ്വാമി മരുന്ന് പറയാണ്ടായതാണ്. ക്യാൻസറിനുള്ള മരുന്ന് പലതും പറയാറുണ്ട്. മരുന്ന് പറയില്ലല്ലോ. അപ്പോൾ സ്വാമി ഇവിടെ ഒന്ന് പറയും, നിങ്ങൾ വേറെ ഒന്ന് ചെയ്യും. അപ്പോൾ മരുന്ന് പറച്ചിലൊക്കെ നിർത്തി വെച്ചു. പറയുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇവിടുന്ന് എനിക്കുമ്പോൾ അത് മറന്നുണ്ടാവും. ഓർമ്മയിലുള്ളത് ചെയ്യും.